ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും വിശേഷങ്ങളൊക്കെ രാവിലെ മുതൽ അങ്ങനെ എടുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇന്ന് ഞാനിപ്പോൾ വീഡിയോ എടുക്കണം എന്നൊന്നും വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ മടിച്ച് വേണോ വേണ്ടയോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. പിന്നെയാണ് അങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയിട്ട് വീഡിയോ എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് വിചാരിച്ചാലും ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലായിട്ട് പിന്നെ വീഡിയോ ഓൺ ചെയ്ത് പോവും. എന്തായാലും പറ്റണത്ര എടുക്കുക എന്നും പറഞ്ഞിട്ട് അങ്ങനെ എടുത്തു പോവുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഇന്നിപ്പോൾ കഴിക്കാനുള്ളത് ചപ്പാത്തിയാണ്. ചപ്പാത്തിക്ക് കറിയൊന്നും ഉണ്ടാക്കാനായിട്ട് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ നമ്മുടെ ദാല് കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അത് അടുപ്പത്ത് കടുകൊക്കെ പൊട്ടിച്ചങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. പരിപ്പൊക്കെ വേവിച്ച് നമ്മൾ നെയ്യ് ഒഴിച്ചിട്ട് കടുകും ജീരകവും ഇട്ട് പൊട്ടിച്ച് തക്കാളിയും ചെറിയുള്ളിയൊക്കെ മൂപ്പിച്ച് കറിവേപ്പില മല്ലിയില അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് അങ്ങനെ നമ്മളെ പരിപ്പ് കറി റെഡിയാക്കിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് കാണുമ്പോൾ ഒരു വെള്ളം പോലെ ഉണ്ടെങ്കിലും ഇത്തിരി തണുത്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ കഴിക്കുമ്പോൾ നല്ലൊരു കുറുക്കുമൊക്കെ കിട്ടും. നല്ലതാണ് കേട്ടോ. അപ്പോൾ ഒന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. അതിപ്പോൾ ചപ്പാത്തി ആണെങ്കിലും ഇഡ്ഡലി ആണെങ്കിലും ദോശയാണെങ്കിലും എന്താണെങ്കിലും അങ്ങനെയാണ് കേട്ടോ ചെയ്യണത്. അങ്ങനെ നമ്മുടെ ചപ്പാത്തിയൊക്കെ റെഡിയായി. പിന്നെ കറിയും സിമ്പിളല്ലേ, പെട്ടെന്ന് തന്നെ പരിപ്പ് വേഗം ഉടച്ചും കണ്ട് വേഗം തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ചപ്പാത്തിയും കറിയൊക്കെ റെഡിയായപ്പോൾ ഞാനൊന്ന് പ്ലേറ്റിലൊന്ന് എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ കഴിക്കുന്നത്. പ്ലേറ്റിൽ എടുക്കും, അതുപോലെ ചാറ് ഒഴിച്ചും കൊണ്ട് അങ്ങനെ കഴിക്കും. അപ്പോൾ വീഡിയോ ഒക്കെ എടുക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു രസത്തിന് വേണ്ടി വെച്ചതേ ഉള്ളൂ. അങ്ങനെ രാവിലത്തെ ആഹാരമൊക്കെ കഴിച്ചു. പിന്നെ ഞാനിതാ ഉച്ചത്തേക്കും വൈകുന്നേരത്തേക്കുള്ള ചോറിന് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ വെച്ച് അരി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ചിട്ടിക്കുട്ടിക്ക് സ്കൂളുണ്ട്. ചാരുമോൾക്ക് പിന്നെ സ്കൂളില്ലല്ലോ, ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഉള്ളൂ പരീക്ഷ. അപ്പം അങ്ങനെ ചോറിന് അരി ഇട്ട് കൂട്ടാൻ എന്താ വെക്കാന്ന് പറഞ്ഞിട്ട് ഇരിക്കുമ്പോഴാണ് മീൻകാരൻ വന്നത് കേട്ടോ. ഏത് വെക്കണം പറഞ്ഞാൽ വെച്ചുതരാം. ഇത് കൂടുതലുണ്ട്, പാത്രം കടിക്കോ, കൂടുതലുണ്ട് മോളെ. വില കൂടിയ അയില കുറേയായിട്ട് ഇങ്ങനെ ഈ അയില. പിന്നെ മത്തി ഉണ്ട്, അതിന് 100 റുപ്യ. ഇന്നില്ല മത്തി. അപ്പോൾ മീൻ എന്തായാലും ഞാനൊരു 1/2 കിലോ അയില വാങ്ങിച്ചിട്ടുണ്ട്. 4 എണ്ണം കിട്ടിയിട്ട് 1/2 കിലോ അത്രയേ ഉള്ളൂ. ഇത്തിരി വലിപ്പമുള്ള അയിലയാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കുറേ ആയിട്ടാണ് ഞങ്ങൾ ഈ അയിലയൊക്കെ വാങ്ങിച്ചിട്ട്, അയിലയും മത്തിയൊക്കെ വാങ്ങിച്ചിട്ട് കുറേ ഏട്ടൻ ഇങ്ങനെ പുഴമീനൊക്കെ പിടിച്ചിട്ട് വരുമ്പോൾ പിന്നെ മീനിൻ്റെ അങ്ങനെ ഒരു പുറത്തുനിന്ന് അങ്ങനെ മീനൊന്നും വാങ്ങിക്കാറില്ല. ഇപ്പോൾ ഏട്ടനാണെങ്കിൽ ഒരാഴ്ചയായിട്ട് ഇവിടെ ഇല്ല കേട്ടോ. ആൾ ജോലിക്ക് വേണ്ടിയിട്ട് പുറത്തേക്ക് പോയിരിക്കുകയാണ്, തിരുവനന്തപുരം വരെ പോയിരിക്കുകയാണ്. അപ്പോൾ ഏട്ടൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് പിന്നെ 1/2 കിലോ മീൻ മതി എന്നും പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ 1/2 കിലോനെ വാങ്ങിച്ചുള്ളൂ. അപ്പോൾ ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ മതി എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത്രേ വാങ്ങിച്ചുള്ളൂ കേട്ടോ. അപ്പോൾ അത് ചോറിന് അരിയൊക്കെ ഇട്ട് അത് നന്നായിട്ട് തിളച്ച് വെന്ത് വരുന്നുണ്ട്. അപ്പോഴത്തേക്കും ഞാനിതാ മീനൊക്കെ ഒന്ന് നന്നാക്കി എടുത്തു. ഇതിപ്പോൾ കാര്യമായിട്ടൊന്നും ഇല്ലല്ലോ, 4 അയിലയല്ലേ ഉള്ളൂ, അത് പിന്നെ പെട്ടെന്ന് നേരെയാക്കാനും പറ്റും. അങ്ങനെ ഞാൻ അയില നന്നാക്കി പിന്നെ അത് മുറിച്ചു കേട്ടോ. കുറച്ച് വലിപ്പമുള്ളതായതുകൊണ്ട് 2ആക്കി മുറിച്ചു. എന്നിട്ട് ഈ ഒരു വാലിൻ്റെ ആ ഒരു ഭാഗത്തെ കഷ്ണം ഞാൻ വറുക്കാനും ആ തലയുടെ ഭാഗം കറി വയ്ക്കാനുമാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ അതുപോലെ ഞാൻ എപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണ്. തലഭാഗം എടുത്ത് കറി വയ്ക്കും, പിന്നെ വാലിൻ്റെ ഭാഗം വറുക്കുകയാണ് ചെയ്യുന്നത്. കത്തിയാണെങ്കിൽ ഒരഴങ്ങട് മൂർച്ചയുണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ നേരം ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഞാൻ സാധാരണ മീൻ നന്നാക്കുന്നതിന് മുന്നേ കത്തിയൊക്കെ ഒന്ന് മൂർച്ചയാക്കിയിട്ടാണ് ചെയ്യാറുള്ളത്. ഇന്നിപ്പോൾ അതിനും മറന്നുപോയി. അപ്പോൾ പിന്നെ അങ്ങനെ കുറേയൊക്കെ പാടുപെട്ടു കേട്ടോ അരിയാനായിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും മീനൊക്കെ ഒന്ന് കൊണ്ടുവന്നു. 4 അയിലിൻ്റെ വാലും എടുത്ത് വറുക്കാനായിട്ട് ഉപ്പും മുളകും എല്ലാം പുരട്ടി, ചെറുനാരങ്ങ നീരുമൊക്കെ പുരട്ടി അങ്ങോട്ട് വറുക്കാനുള്ളതൊക്കെ ഒന്ന് ഉപ്പും മുളകും പുരട്ടി എടുത്ത് വയ്ക്കുകയാണ് കേട്ടോ. പിന്നെ ബാക്കിയുള്ള നമ്മൾ അയില കറി വയ്ക്കാനുള്ളതിലും ഈ ഒരു മസാലൻ്റെ പകുതി ഉണ്ടായിരുന്നു, അത് ഇട്ടിട്ട് ഞാൻ അതും മുളക് തിരുമ്പി വെച്ചു. അപ്പോൾ ഇന്നിപ്പോൾ ചിട്ടിക്കുട്ടിക്ക് ചോറും അച്ചാറും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്കൂളിൽ പോകുമ്പോൾ
അപ്പോൾ ഞാൻ ചോറ് വെച്ച് ഊറ്റി പിന്നെ മാങ്ങ അച്ചാർ ഉണ്ടാക്കി കൊടുത്തു. പിന്നെ പപ്പായങ്ങ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ പൊട്ടിച്ചിട്ട് വന്നത്. ആ പപ്പായങ്ങ ഉപ്പേരിയും കൂടെ വെച്ചു കേട്ടോ. പപ്പായങ്ങ ഉപ്പേരി അച്ചാറും കൂടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാണ്. പക്ഷേ അവൾ പപ്പായങ്ങ ഉപ്പേരിയൊന്നും കൊണ്ടുപോയില്ല. വെറും അച്ചാറും ചോറും മതി എന്നും പറഞ്ഞിട്ട് അത് എടുത്തിട്ട് പോയി. പിന്നെ അതിന് ശേഷമാണ് കേട്ടോ ഞാൻ മീൻ കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് നിന്നത്. അങ്ങനെ ഞാനിത് അടുപ്പത്ത് ചട്ടിയൊക്കെ വെച്ച് കൊടുത്തു. അപ്പോൾ അതുപോലെ തന്നെ എപ്പോഴും ഉണ്ടാക്കണ പോലെ തന്നെ, പക്ഷേ മുളക് കറിയായിരുന്നു കേട്ടോ. മാങ്ങ ഇട്ടിട്ടാണ് ഞാനിന്നിപ്പോൾ വെച്ചത്. ഇപ്പം ബാക്കി വന്ന മാങ്ങ, ഒരു മാങ്ങൻ്റെ പകുതി അച്ചാറുണ്ടാക്കി. അതിൽ ബാക്കി വന്ന മാങ്ങ ഞാൻ വെറുതെ വെച്ചത് അങ്ങനെ കേട് വന്ന് പോകും, അല്ലെങ്കിൽ വെറുതെ എടുത്ത് വലിച്ചെറിയുന്നല്ലാണ്ട് അത് ഇതാക്കില്ല. അപ്പം ഞാൻ വെറുതെ ആ ബാക്കിയുള്ള മാങ്ങ മീൻ കറിയിലിട്ട് വെച്ചു കേട്ടോ. പക്ഷേ അതാണെങ്കിൽ ഒരു അടാറ് ടേസ്റ്റായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മീൻ കറി. നല്ല അടിപൊളിയായിരുന്നു. പിന്നെ പോരാത്തതിന് മുളക് കറി ആയതുകൊണ്ട് പറയും വേണ്ട. എപ്പോഴും നമ്മൾ കറി വയ്ക്കുമ്പോൾ മുളക് കറി വയ്ക്കുന്നതാണല്ലേ കുറച്ചുകൂടെ ടേസ്റ്റ് ഇട്ട് വയ്ക്കുന്നതിനേക്കാളും. അപ്പം ഞാൻ എന്തായാലും മസാലയൊക്കെ റെഡിയാക്കി പുളിവെള്ളം ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് കലക്കി അങ്ങനെ മൂടി വെച്ചു കേട്ടോ. പിന്നെ മീനൊക്കെ ഇട്ടതിന് ശേഷമാണ് പിന്നെ നമ്മൾ മാങ്ങ ഇടാനുള്ള ഒരു ഐഡിയ തന്നെ തോന്നിയത്. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ തോന്നിയപ്പോൾ അങ്ങനെ മീനിൻ്റെ കൂടെ മീനിട്ട വഴിക്ക് പിന്നെ മാങ്ങയും കുറച്ച് ചെത്തി അത് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇട്ടത് എന്തായാലും നല്ല കാര്യമായി, സൂപ്പറായിട്ടുണ്ടായിരുന്നു മാങ്ങ ഇട്ട അയിലക്കറി. അങ്ങനെ മാങ്ങയിട്ട് ഒരു എന്താ പറയുക, തീയൊക്കെ ഒന്ന് ചെറുതായിട്ട് കത്തിയാൽ മതി. ബാക്കിയുള്ള കൊള്ളി കണ്ടില്ല, ഞാൻ അവിടെ എടുത്തെറിഞ്ഞു കേട്ടോ. എടുത്തെറിഞ്ഞു പറഞ്ഞാൽ അതിൽ വെള്ളം ഒഴിച്ച് കെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇട്ട് പറഞ്ഞിട്ട് ഒന്നും വിചാരിക്കണ്ട, ഞാൻ പെട്ടെന്ന് അങ്ങനെ എടുത്ത് അങ്ങോട്ട് മാറ്റിയതാണ്. പിന്നീട് ഞാനത് വെള്ളമൊക്കെ ഒഴിച്ച് കെടുത്തിയിട്ടാണ് അണച്ചു. പിന്നെ എന്താ വേനൽക്കാലമൊക്കെ അല്ലേ, എല്ലാവിടെയും ഉണങ്ങി കടിച്ചിട്ട് നിൽക്കുകയാണ്. അങ്ങനെ അതുകൊണ്ട് പിന്നെ അതാ ഞാനില്ലേ മാങ്ങയൊക്കെ ചെത്തിയിട്ടു കേട്ടോ. എന്നിട്ട് ഈ മാങ്ങയും കൂടെ ഒന്ന് വെന്ത് വരുന്ന വരെ ചെറിയ തീയിലിട്ട് അങ്ങനെ വേവിച്ചെടുത്തു. മാങ്ങയും മീനും ഇട്ടിട്ട് ഒന്ന് വെന്തതിന് ശേഷം ഞാനിതാ കറിവേപ്പിലയും കൂടെ കൊണ്ടുവച്ചിട്ടുണ്ട്. കറിവേപ്പില ഞാൻ സാധാരണ അങ്ങനെ മീൻ കറിക്ക് അങ്ങനെ ഇടാറൊന്നുമില്ല കേട്ടോ, പെട്ടെന്ന് അങ്ങനെ ഇടാറില്ല. പക്ഷേ ഇന്നിപ്പോൾ മീൻ കറി വയ്ക്കുമ്പോൾ കറിവേപ്പിലയും കൂടെ മേലൊന്ന് ഇട്ട് കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മീൻ കറിയൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ചാറൊക്കെ ഒന്ന് പറ്റി തുടങ്ങി. പിന്നെ മീനും നമ്മളിട്ട മാങ്ങയൊക്കെ ഒന്ന് വെന്ത് നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. ചാറൊക്കെ നല്ല പാകത്തിനുള്ള എരിവും പുളിയും ഉപ്പും എല്ലാം ചേർന്ന് നല്ല കിടിലനായിരുന്നു. പിന്നെ സാധാരണ ഞാൻ അയിലക്കറി വയ്ക്കുമ്പോൾ കുറച്ച് നേരം കഴിഞ്ഞാൽ അയിലയിൽ നന്നായിട്ട് ഉപ്പും മുളകൊക്കെ പിടിക്കുകയുള്ളൂ. ഇന്ന് ഞാൻ ഉപ്പും മുളകൊക്കെ വറുക്കുമ്പോൾ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അങ്ങനെ പുരട്ടി വെച്ചത് കൊണ്ട് തന്നെ നന്നായിട്ട് പെട്ടെന്ന് തന്നെ അതിൽ ഉപ്പും മുളകൊക്കെ പിടിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ കറിയൊക്കെ ഉണ്ടാക്കി എടുത്തു വെച്ചു. ചോറും ആയിട്ടുണ്ടായിരുന്നു, പിന്നെ ഉപ്പേരിയും ഉണ്ടാക്കിയല്ലോ. ഇനിയിപ്പോൾ അടുക്കളപ്പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും കുറേ ദിവസമായിട്ട് ഉണ്ട് നമ്മുടെ ഈ അടുപ്പുമ്മലിൻ്റെ അവിടെയൊക്കെ ചാണകമൊക്കെ തേച്ചിട്ട് ചാണകമൊക്കെ തേച്ചതൊക്കെ ഒന്ന് നിറം മങ്ങി, പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പേർന്ന് വരുന്നുണ്ട് കേട്ടോ. മണ്ണൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ഇളകി വരുന്നുണ്ട്. അപ്പം ഞാനിവിടെയൊക്കെ ഒന്ന് ചാണകം ഒന്ന് തേച്ച് വിടാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ചാണകമൊക്കെ എടുത്തിട്ട് വന്നിട്ട് കലക്കി നമ്മുടെ അടുക്കളയുടെ അവിടെ ഒന്ന് തേച്ച് വിടുകയാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതുപോലെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇതുപോലെ ചെയ്ത് കൊടുത്താൽ തന്നെ നമ്മുടെ അടുപ്പ് കാണാനായിട്ട് ഭംഗി ഉണ്ടാവുള്ളൂ. പിന്നെ ഭംഗി മാത്രമല്ല, ഇങ്ങനെ പൊട്ടാനായിട്ട് ചാൻസ് കൂടുതലാണ്, അതായത് ഇളകി വരും മണ്ണ്. അപ്പം അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഇതുപോലെ ചെയ്ത് കൊടുക്കണം കേട്ടോ. ആഴ്ചയിൽ ഒന്നോ ഒരു വട്ടമെങ്കിലും അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ അടുപ്പൊക്കെ ഒന്ന് കാണാൻ വൃത്തിയായിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ അടുക്കളയുടെ അവിടെയൊക്കെ ഒന്ന് ചാണകമൊക്കെ ഒന്ന് പുരട്ടി ഇത്തിരി കട്ടിക്ക് തന്നെ ആക്കണം കേട്ടോ. പിന്നെ ഒരു തുണി വെച്ചിട്ടാണ് ഈ ചാണക വെള്ളത്തിൽ മുക്കിയിട്ട് തേക്കുന്നത്. എന്നിട്ട് വേണം ഇനിയിപ്പോൾ തുണിയൊക്കെ കഴുകാൻ, കുളിക്കാൻ, അങ്ങനെയുള്ള പുറം പണികളൊക്കെ ഉണ്ട് കേട്ടോ. അടുക്കള പണികളൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ പുറത്ത് കുറച്ച് പണികളുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇതെല്ലാം ഒരുങ്ങിയിട്ട് വേണം നമുക്കത് ചെയ്യാനായിട്ട്. എന്നാലും അടുക്കളപ്പണി ഒരുങ്ങണമെങ്കിൽ ഒരു ഉച്ചയൊക്കെ ആവണം കേട്ടോ. ഒരു 10-12 മണിയൊക്കെ ആയാൽ ഏകദേശം എൻ്റെ പണികളൊക്കെ അങ്ങോട്ട് ഒരുങ്ങുള്ളൂ. ചില ദിവസങ്ങളിൽ 1 മണിയായാലും ചിലപ്പോൾ അങ്ങോട്ട് ഒരുങ്ങില്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇടയിൽ കൂടെ ചെയ്യാനുണ്ടാവും. അങ്ങനെ അതുമൊക്കെ ആകുമ്പോൾ പിന്നെ നമ്മുടെ അടുക്കളപ്പണികൾ ഇത്തിരി വലഞ്ഞിട്ട് പോവും. കാരണം നമ്മൾ ഇടയിൽ കൂടെ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ 1 മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ട് നമ്മുടെ എല്ലാ പണികളും ഒരുങ്ങി 10 മണിയാകുമ്പോഴേക്കും സാധാരണ എല്ലാ ജോലികളും കഴിഞ്ഞ്
കുളിയും കഴിഞ്ഞ് ഇരിക്കുന്ന ഒരാളാണ്. പക്ഷേ ഈ നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ശേഷം ഇങ്ങോട്ട് എന്താ പറയുക, അത്രയ്ക്ക് പെട്ടെന്ന് അങ്ങോട്ട് പണികളൊന്നും തീരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മളിങ്ങനെ വീഡിയോസൊക്കെ എടുക്കുന്നത് കൊണ്ടും അത് നമ്മുടെ ഒരു ജോലിയാണല്ലോ. നമ്മളിപ്പോൾ വീട്ടിലെ ജോലി മാത്രമല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇത് നമ്മുടെ ഒരു വരുമാന മാർഗ്ഗമാണ്. അപ്പോൾ നമ്മുടെ ജോലിയും നടക്കുന്നുണ്ട്, നമ്മുടെ വീട്ടിലെ പണികളും നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ആയതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് എന്തെങ്കിലും വീഡിയോസ് ഇട്ടാലല്ലേ നമുക്ക് ഇതിൽ നിന്ന് 10 രൂപ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇന്ന് എന്തായാലും ഒരു 10-11 മണിയാകുമ്പോഴേക്കും എല്ലാ പണികളും ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ. അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞ് അങ്ങനെ കുളിയും കഴിഞ്ഞു. 10:45-11 മണിയാകുമ്പോഴേക്കും അന്ന് എന്തായാലും നേരത്തെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഉച്ചയാകുമ്പോഴാണ് പിന്നെ ഞാൻ മീനൊക്കെ വറുക്കാനായിട്ട് വെച്ചത് കേട്ടോ. അപ്പോൾ പണികളൊക്കെ ഒരുങ്ങിയിട്ട് കുറച്ച് നമുക്ക് പുറത്ത് പോകാനുണ്ടായിരുന്നു. പുറത്തേക്കല്ല, നമ്മുടെ തൊട്ട് കുറച്ച് അപ്പുറത്തേക്ക് തന്നെ പോകാനുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ്റെ വീട്ടിലേക്ക് ഒന്ന് പോയിട്ട് വന്നു കേട്ടോ. അവിടെ ഏട്ടൻ്റെ മോള് ഡെലിവറിയൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടീനെ ഒന്ന് കാണാൻ പോയി. അങ്ങനെ അത് കഴിഞ്ഞ് വന്ന് പിന്നെ ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ പിന്നെ വന്നതും പിന്നെ മീനൊക്കെ വറുത്ത് കഴിക്കാൻ കേട്ടോ, ഭക്ഷണം കഴിക്കാനായിട്ടിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ഉണ്ടാക്കിയ പപ്പാഴൻ്റെ ഉപ്പേരിയും നമ്മൾ മാങ്ങയിട്ട് വെച്ച അയിലക്കറിയും പിന്നെ ഇത് വന്നിട്ട് ഇന്നലെ ഉണ്ടാക്കിയ ചേനയും ചെറുപയറും കൂടെ ഉപ്പേരി വെച്ചതാണ് കേട്ടോ. അത് പിന്നെ അയില വറുത്തത്, പിന്നെ രാവിലെ ചിട്ടിക്കുട്ടിക്ക് ഉണ്ടാക്കിയ മാങ്ങ അച്ചാർ എല്ലാം കൂടി അങ്ങനെ കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഉച്ചയൂണ് നല്ല ഗംഭീരമായിരുന്നു കേട്ടോ. നല്ല സിമ്പിളായിട്ടാണെങ്കിൽ നല്ല അടിപൊളി ഊണായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. അയിലക്കറി അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ കറി ഉണ്ടാക്കുന്നത് നമുക്ക് തന്നെ ഇഷ്ടമാവില്ല. ചിലപ്പോഴാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്നതാണെങ്കിൽ നല്ല എന്താ പറയുക, നല്ല അടിപൊളിയായിട്ടുണ്ടാവും. അത് മറ്റുള്ളവരും നന്നായിട്ടുണ്ടെന്ന് പറയുമ്പോൾ മനസ്സിനൊരു സന്തോഷമാണ് അല്ലേ. അപ്പോൾ എന്തായാലും നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു കേട്ടോ കറി. നല്ല ഉപ്പും പുളിയൊക്കെ ഞാൻ പറഞ്ഞല്ലോ, നല്ല കിടിലൻ കറിയായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ ഉച്ചയ്ക്ക് ഉണ്ണാനൊക്കെ ഇരിക്കുന്ന സമയത്തൊന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. ഞാൻ അങ്ങനെ ഉണ്ണുന്ന സമയത്തൊന്നും അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാറേ ഇല്ല. ഇന്നിപ്പോൾ എന്തായാലും എല്ലാം കൂട്ടി അങ്ങനെ കഴിക്കുന്നതൊന്ന് വീഡിയോ എടുക്കാമെന്നും പറഞ്ഞ് അങ്ങനെ ഷോർട്ട് വീഡിയോയ്ക്ക് വേണ്ടി എടുത്തതാണ്. പിന്നെ അത് നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കും കൂടെ വേണ്ടി ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഈ പ്ലേറ്റിൽ കാണുന്ന വിഭവസമൃദ്ധമായിട്ടുള്ള ഭക്ഷണമൊക്കെ ഒന്ന് അകത്താക്കിയതിന് ശേഷം പിന്നെ പറയണ്ട കേട്ടോ, ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ ഞാനൊന്ന് മയങ്ങും. അത്രയ്ക്ക് എന്താ പറയുക, ചോറ് കഴിച്ചാൽ കുറച്ച് നേരം കഴിഞ്ഞ് എനിക്കിങ്ങനെ കുറച്ച് കിടക്കണം, ഒന്നിങ്ങനെ കിടന്നുറങ്ങും. ഒരുപാട് അങ്ങോട്ട് ഉറങ്ങുമൊന്നുമില്ല, എന്നാലും ഒരു 10 മിനിറ്റെങ്കിലും കിടന്നാലേ എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇനിയിപ്പോൾ ഒന്ന് മയങ്ങാനായിട്ട് പോവാണ്. അപ്പോൾ ഇനി നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇവിടെ വെച്ച് നിർത്തുകയാണ്. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെയ്ക്കും എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബൈ.